ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യയിൽ 70,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് സുസുക്കി. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും പുതിയ മോഡലുകൾ പുറത്തിറക്കുകയുമാണ് കമ്പനിയുടെ ലക്ഷ്യം. അടുത്ത 5 വർഷം മുതൽ 6 വർഷത്തിനുള്ളിൽ സുസുക്കി 70,000 കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്ന് ചൊവ്വാഴ്ച വിറ്റാരയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്ലോബൽ സുസുക്കി പ്രസിഡന്റ് തോഷിഹിറോ സുസുക്കി പറഞ്ഞു. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ മോഡലുകൾ പുറത്തിറക്കുക, ലോകത്തിലെ 3ാമത്തെ വലിയ കാർ വിപണിയിൽ തങ്ങളുടെ വിപണി വിഹിതം സംരക്ഷിക്കുക എന്നിവയാണ് ഈ നിക്ഷേപത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ജാപ്പനീസ് കമ്പനി ഇതിനകം ഇന്ത്യയിൽ 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപിക്കുകയും 11 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മാരുതി സുസുക്കി തങ്ങളുടെ ഗുജറാത്ത് പ്ലാന്റിൽ നിന്ന് 100 രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് SUV ആയ വിറ്റാര കയറ്റുമതി ചെയ്യും. ഇന്ത്യയിൽ വിറ്റാരയുടെ വിൽപ്പനയുടെ സമയക്രമം തീരുമാനിച്ചിട്ടില്ല. ഗുജറാത്ത് ഫെസിലിറ്റിയിൽ ഒരു ലൈൻ സ്ഥാപിക്കാൻ കമ്പനി 2026 സാമ്പത്തിക വർഷത്തോടെ 3,200 കോടി രൂപ നിക്ഷേപിക്കും. 640 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്ലാന്റ് പ്രതിവർഷം 7,50,000 യൂണിറ്റ് ശേഷിയുള്ള 3 പ്ലാന്റുകൾ വീതം ഉൾക്കൊള്ളുന്നു. മാരുതി സുസുക്കി ഇന്ത്യയുടെ യൂണിറ്റായ സുസുക്കി മോട്ടോർ ഗുജറാത്തിൽ മാത്രമായി നിർമ്മിക്കുന്ന വിറ്റാരയുടെ കയറ്റുമതിയുടെ ആദ്യ ബാച്ച് UK, ജർമ്മനി, നോർവേ, ഫ്രാൻസ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, ഐഡൻ, ഇറ്റാലി എന്നിവിടങ്ങളിലേക്ക് അയക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പോയുടെ F31 സീരീസ് ഇന്ത്യൻ വിപണിയിലെത്തുന്നു. ഒട്ടേറെ പ്രത്യേകതകളുമായാണ് ഓപ്പോ F31 എത്തുന്നത്. ഒപ്പോയുടെ F31 സീരീസ് സെപ്റ്റംബർ 12 മുതൽ 14 വരെ തീയതിക്കുള്ളിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. സീരീസിൽ ഒപ്പോ F31, F31 Pro, ഒപ്പോ F31 Pro Plus എന്നിവ ഇതിലുൾപ്പെടും. F31ന് മീഡിയാടെക് ഡൈമെൻസിറ്റി 7300 പ്രോസസ്സറും F37 Proയ്ക്ക് മീഡിയാടെക് ഡൈമെൻസിറ്റി 7300 ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ സ്മാർട്ട് ഫോണുകളിൽ 80 വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പിന്തുണയുള്ള 7000 mAh ബാറ്ററിയായിരിക്കും ഉണ്ടാവുക. ക്യാമറയുടെയും ചിപ്സെറ്റിന്റെയും കാര്യത്തിൽ വലിയ അപ്ഗ്രേഡുകൾ ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഒപ്പോ F31 സീരീസ് 360 ആർമർ ബോഡിയുമായിട്ടാണ് വരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. TVS പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കുന്നു. ഓർബിറ്റർ എന്ന പേരിലായിരിക്കും സ്കൂട്ടർ വിപണിയിലെത്തുന്നത്. നിരവധി ആരാധകരുള്ള വാഹന നിർമ്മാണ കമ്പനിയാണ് TVS. ഇപ്പോഴിതാ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുമായി കളന്നെറിയാൻ ഒരുങ്ങുകയാണ് TVS ഓർബിറ്റർ എന്ന പേരിലായിരിക്കും പുതിയ സ്കൂട്ടർ വിപണിയിലെത്തുന്നത്. O എന്ന അക്ഷരമുള്ള കവർ ചെയ്ത വാഹനത്തെയാണ് ലോഞ്ച് ക്ഷണക്കത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഓർബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ബൈക്ക് പ്രേമികൾ പറയുന്നത്. വാഹനത്തിന്റെ വിലയെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. TVS ഒരു എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കാനാണ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 1 ലക്ഷം രൂപയിൽ താഴെയാണ് ബൈക്കിന് വില പ്രതീക്ഷിക്കുന്നത്. ബജാജ് ചേതക്, ഒല S1X എന്നിവയുമായി മത്സരിക്കാൻ ലക്ഷ്യമിട്ടായിരിക്കും പുതിയ മോഡൽ എന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വാഹനത്തിന്റെ കൂടുതൽ ഫീച്ചറുകൾ വൈകാതെ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാത്തിരിപ്പിനൊടുവിൽ വിവോയുടെ പുതിയ സ്മാർട്ട് ഫോൺ T4 Pro ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 2 നിറങ്ങളിലായി ഇന്ത്യയിലെത്തിയ ഫോൺ വെള്ളിയാഴ്ച മുതൽ വിൽപ്പന ആരംഭിക്കും. 27,999 രൂപയാണ് വിവോ T4 Proയുടെ ആരംഭ വില. തുടക്കത്തിൽ തന്നെ വിലക്കിഴിവും ലഭ്യമാണ്. 50 മെഗാപിക്സൽ പെരിസ്കോപ്പ് ക്യാമറ, 6500 mAh ബാറ്ററി, 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ്, 12 GB വരെ റാം, IP68, IP69 റേറ്റിംഗ്, AI തുടങ്ങി മികച്ച സവിശേഷതകൾ വിവോ T4 Pro മൊബൈൽ ഫോണിനുണ്ട്. വിവോ T4 Pro സ്മാർട്ട് ഫോണിന്റെ വില ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 27,999 രൂപയിലാണ്. 7 GB റാമും 128 GB സ്റ്റോറേജും വരുന്ന മോഡലിന്റെ വിലയാണിത്. അതേസമയം 7 GB പ്ലസ് 286 GB വേരിയന്റിന് 29,999 രൂപയും 12 GB പ്ലസ് 256 GB വേരിയന്റിന് 31,999 രൂപയുമാണ് വില. വിവോ T4 Pro വാങ്ങുന്നവർക്ക് HDFC, ആക്സിസ്, SBI ബാങ്ക് കാർഡുകൾ വഴി 3,000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിക്കും. 3,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് സൗകര്യവും 6 മാസത്തെ നോ കോസ്റ്റ് EMI സൗകര്യവും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.